നല്ല ബിരിയാണിയുടെ മണം ആകെ പരന്നിരിക്കുകയാണ് ആലപ്പുഴ നഗരത്തിൽ. മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ് കിഴക്കിന്റെ വെനീസിൽ. ഹരീഷ് ഹരിദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരീഷ്, അങ്ങനെ ഒരു ജില്ല കൂടി പിന്നിടുകയാണ്. ഹരീഷ് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഈ ബിരിയാണി ക്യൂൻ ഫെസ്റ്റ്. ആലപ്പുഴയിലെ രുചി വൈവിധ്യങ്ങൾ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മാധുവിന് നല്ല ആഘോഷമായിരിക്കും. കാരണം എൻ്റെ ഓരോരോ ജില്ല തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ജില്ലയെ ബാക്കിയുള്ളൂ. ഇനി കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ എന്തായാലും വേറെ കാര്യം പറയാം, ബിരിയാണി ഫെസ്റ്റ് കെങ്കേയമാണ് ആലപ്പുഴയിൽ. കാരണം ഓരോ ദമ്മ് പൊട്ടിച്ചു വിധികർത്താക്കൾ എത്തി ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദമ്മ് പൊട്ടുമ്പോഴും ഓരോ മണം, അതായത് ഇവിടുത്തെ കാറ്റിന് മൊത്തം നല്ല ബിരിയാണിയുടെ മണമാണ്. പക്ഷേ മറ്റൊരു കാര്യം, മറ്റ് ജില്ലകളിൽ നിന്നും വേറൊരു വെറൈറ്റി ഞാൻ കണ്ടത്, ഇവിടെ 2 പേർ വന്നേക്കുന്നത് അമ്മയും മകൾ. അതായത് ഈ ഇവിടുന്ന് ഈ കാണുന്ന ഉമ്മയുടെ മകളാണ്. മകൾ എത്ര 8ാം ക്ലാസ്സിൽ എത്ര പഠിക്കുന്ന പറഞ്ഞു? 8ലാണ്. ഇപ്പോഴേ ഭയങ്കര കുക്കാണ്. മാധുവൊക്കെ കണ്ടു പഠിക്കണം. കാരണം അടുക്കളയിൽ കയറാത്ത മാധുവിനൊക്കെ ഒരു ഉത്തമ മാതൃകയാക്കാൻ വേണം. എന്താ പേരെന്തായിരുന്നു? നമ്മുടെ പേരെന്താ? രഹന. ഭയങ്കര കുക്കാണോ മകള്? ഉമ്മയാണോ മകളാണോ വലിയ കുക്ക്? അവൾ തന്നെ അല്ലേ? ഉമ്മയാണ് മകളാണ് വെച്ചാൽ വലിയ കുക്ക് മകൾ തന്നെയാണ്. പക്ഷെ അവള് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗംഭീരമായി ഫുഡ് ഉണ്ടാക്കുന്നു. തൊട്ടപ്പുറത്തൊരു അമ്മയും മകളും ഉണ്ട്. അവരെന്ന് വെച്ചാൽ അവൾ ഡോക്ടറാണ്, മകള് ഡോക്ടറാണ്, ഹോമിയോപ്പതി ഡോക്ടറാണ്. അവരും ഗംഭീരമായിട്ട് കുക്ക് ചെയ്യും. അവിടെ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നവരാണ് അമ്മയും മകളും. പക്ഷേ അവിടെ ജഡ്ജ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു. എന്തായാലും മാഷറിനും മാധുവിനും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നാളെ കോട്ടയത്ത് ഇവൻ്റ് ഉണ്ട്. കോട്ടയത്ത് എത്താൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മറ്റന്നാൾ പത്തനംതിട്ട ഉണ്ട്. പിന്നെ കൊല്ലം, ട്രിവാൻഡ്രം കൂടി ഉള്ളൂ. 4 ജില്ല കഴിഞ്ഞാൽ ബിരിയാണി ഫെസ്റ്റ് അവസാനിക്കും. ഇങ്ങനൊരു മെഗാ ഇവന്റ് പങ്കെടുത്തിട്ടില്ലെങ്കിൽ വലിയ തീരാ നഷ്ടം തന്നെയായി മാറും. ശരത്തേട്ടാ, എന്തൊക്കെ അവസ്ഥ? അടിപൊളി. 10 ജില്ല പിന്നിട്ടു. ഞാൻ പറഞ്ഞ മാധു മാഷ് വന്നേക്കാൻ ഇനി ആകെ 4 ജില്ലയുള്ളൂ. മാധുവിന് എന്താ പറയാ, ഇതൊക്കെ ഭയങ്കര നഷ്ടമാണ്. എന്നോട് നാളെ കോട്ടയത്ത് വന്നാൽ രക്ഷപ്പെട്ടു. കോട്ടയത്ത് വന്നാൽ വഴിക്ക് വീട്ടിൽ വേണേ പോവാ. മാധു വന്നു കഴിഞ്ഞാൽ നല്ല 30 തരം ബിരിയാണി. ഒരു ബിരിയാണി 30 തരം ബിരിയാണി. അതായത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. പായസം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്പലപ്പുഴ എല്ലാം കൂടി ബിരിയാണി. അമ്പലപ്പുഴ ബിരിയാണിയാണ്. അത് അമ്പലപ്പുഴ ബിരിയാണി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ MLA വരാനുണ്ട് അല്ലേ? സ്ഥലം MLA ഇപ്പോൾ എത്തും. ഒരു 1 മണിയോ 2 മണിയോട് കൂടി തന്നെ ജഡ്ജ്മെന്റ് എല്ലാം അവസാനിക്കും. എന്തായാലും ബിരിയാണി ഫെസ്റ്റ് കെങ്കേമം എന്നുള്ള ഒറ്റ വാക്കേ പറയാനുള്ളൂ. റോസ് ബ്രാൻഡും മാതൃഭൂമി ചേർത്ത് നടത്തുന്ന മെഗാ ഇവന്റ് എന്തായാലും 10 ജില്ല പിന്നിട്ടു. പൂർണ്ണ വിജയം എന്ന് മാത്രം പറയുന്നു മാധു മാർഷൽ. ഹരീഷ് ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നൊരു പരാമർശം നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മോനിങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ബാക്കി പറയുന്ന കേട്ടാൽ തോന്നും രാവിലെ വന്ന് എൻ്റെ വീട്ടിൽ മുഴുവൻ പണിയും ചെയ്തിട്ടാണ് പോകുന്നത് എന്ന്. എന്തായാലും ഈ സമയം, ഈ 12:45 സമയത്ത് ഇത്തരം സ്റ്റോറികൾ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സഹിക്കാൻ പറ്റുന്നില്ല.